നമസ്കാരം. ആസ്ട്രോളജി ടെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീടിൻ്റെ കന്നിമൂലയെക്കുറിച്ച് നോക്കാം. വാസ്തുശാസ്ത്രപ്രകാരം വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് കന്നിമൂല. തെക്ക്, പടിഞ്ഞാറ് എന്നീ ദിക്കുകൾ ചേരുന്ന ഈ മൂല സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബത്തിൻ്റെ ഐക്യവും ആരോഗ്യവും ആയുസ്സ് എന്നിവയെ നിയന്ത്രിക്കുന്നു. വാസ്തുശാസ്ത്രപ്രകാരം കന്നിമൂല ഭരിക്കുന്നത് ലക്ഷ്മി ദേവിയാണ്. അതുകൊണ്ട് കന്നിമൂല എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. കന്നിമൂലയിൽ വീടിൻ്റെ കിടപ്പുമുറിയാണ് വരുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ്. എപ്പോഴും വൃത്തിയുണ്ടാവും. കിടപ്പുമുറിയായി നമ്മൾ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കും. ഒരു കാരണവശാലും കന്നിമൂലയിലെ കിടപ്പുമുറിയിൽ ആരും കിടക്കാതെ നിൽക്കരുത്. അവിടെ ആരെങ്കിലും കിടക്കണം, എന്നാലേ അത് എപ്പോഴും വൃത്തിയായിട്ട് നിൽക്കും. പിന്നെ ഒരു കാരണവശാലും വീടിൻ്റെ കന്നിമൂലയിൽ ബാത്റൂം വരരുത്. അത് നിങ്ങളുടെ നാശത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ സെപ്റ്റിക് ടാങ്ക്, കിണർ പോലെയുള്ള ജലാശയങ്ങൾ ഒരിക്കലും കന്നിമൂലയിൽ പാടില്ല. കന്നിമൂലയിൽ കൂടി വേസ്റ്റ് ജലം ഒഴുകുന്നതും ഒഴിവാക്കണം. ഇതെല്ലാം നിങ്ങളുടെ സമ്പത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ വീടിൻ്റെ കന്നിമൂലയിൽ കൂടി വഴിവെക്കുന്നത് വീടിൻ്റെ കന്നിമൂലയിൽ കൂടി വഴിവെക്കുന്നത് താഴ്ത്തിയിട്ട് വെക്കരുത്. കന്നിമൂലയേക്കാൾ ഉയരത്തിൽ വേണം വഴി വെക്കാൻ. കന്നിമൂലയേക്കാൾ ഉയർന്നിട്ടാണ് വഴിവെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ചയുണ്ടാകും. സാമ്പത്തികമായി നിങ്ങൾക്ക് നല്ല നേട്ടമുണ്ടാകും. പിന്നെ വീടിൻ്റെ കന്നിമൂലയിൽ ചില ചെടികൾ വച്ച് കൊടുത്താലും നിങ്ങൾക്ക് നല്ല ഉയർച്ചയുണ്ടാകും. മഞ്ഞൾ, മുക്കുറ്റി പോലെയുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. കന്നിമൂല വൃത്തിയായി സൂക്ഷിച്ചാൽ സമ്പത്തും ഐശ്വര്യവും ഒഴുകിയെത്തുമെന്ന് പറയുന്നത്. അപ്പം നമസ്കാരം. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ.